രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് എടുത്ത കേസ് കള്ളക്കേസാണെന്ന് കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ്. ഇതുവരെ ഇരകളാരും പരാതി നൽകിയിട്ടില്ല. പിന്നെങ്ങനെ സർക്കാരിന് കേസെടുക്കാൻ കഴിയും? രാഹുലിന് കോടതിയെ സമീപിക്കാവുന്നതാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ആർക്കെതിരായിട്ടാണോ ഒരു തെളിവില്ലാതെ കേസെടുക്കുന്നത് അവർക്ക് നിയമത്തിന്റെ പരിരക്ഷ ഉണ്ടല്ലോ. അതനുസരിച്ച് അത്തരം ആളുകൾ അങ്ങനെ പോയി ചെയ്യും. കാരണം കള്ളക്കേസ് ആരെടുത്താലും ഒരു പരാതിയില്ലാതെ അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ. അപ്പൊ അത് നിയമ പോരാട്ടത്തിലൂടെ ആ ആള് നീതി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും. ഷിജോ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, ഈ കേസെടുത്തില്ലല്ലോ, പരാതി ഒന്നുമില്ലല്ലോ എന്നായിരുന്നു ഈ രാജി ഉന്നയിച്ചുള്ള ആവശ്യങ്ങളോട് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു, അതുകൊണ്ട് തന്നെ പാർട്ടി കൂടുതൽ സമ്മർദ്ദത്തിലായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാകണമല്ലേ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം വരുന്നത്? അനീഷ, നമ്മൾ ഇതിനകത്ത് എടുത്തു കാണേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കേസെടുത്തില്ലല്ലോ, പിന്നെന്തിനാണ് രാജി? ഇതിപ്പോൾ ആരോപണം മാത്രമല്ലേ? കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിരുന്നത്. എന്നാൽ കേസെടുത്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്, MP ആണ്, അങ്ങനെ ദീർഘകാലം MP ആയിട്ട് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം എന്ന് പറയുന്നത് അല്പം വിചിത്രവും വിവാദവുമായിട്ടുള്ള ഒരു പരാമർശമാണ് കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയിട്ടുള്ളത്. കള്ളക്കേസ് ആർക്കെതിരെ എടുത്താലും ഈ കള്ളക്കേസ് നിയമപരമായിട്ട് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യമാണ് കൊടിക്കുന്നിൽ ചോദിച്ചത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്നത് കള്ളക്കേസാണോ എന്ന് ചോദിക്കുമ്പോൾ കള്ളക്കേസ് ആർക്കെതിരെ എടുത്താലും അത് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ, അപ്പോൾ അതിനെ നിയമപരമായിട്ട് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ കഴിയുമല്ലോ എന്നുള്ള ഒരു മറുപടിയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഇതിലെടുത്തു കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊന്നും ആർക്കും പരാതിയില്ല, ഇതിനകത്ത് തെളിവില്ല, അപ്പോൾ ഇത് എങ്ങനെ കോടതിയിൽ നിലനിൽക്കും എന്നുള്ള ചോദ്യങ്ങൾ കൂടി ചോദിച്ചുകൊണ്ട് വിവാദങ്ങളിൽ നിന്ന് തലയൂരാനുള്ള ശ്രമം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും അടക്കം കൂടി പുറത്തു വന്ന ശബ്ദ സന്ദേശമുണ്ട്, അതുപോലെ തന്നെ ഓഡിയോ ചാറ്റ്, അതുകൊണ്ടൊപ്പം തന്നെ മറ്റ് ചാറ്റുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നതാണ്. അപ്പോൾ അതൊന്നും ഈ കോൺഗ്രസ് നേതാക്കൾക്ക് തെളിവായിട്ട് തോന്നുന്നില്ലേ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര നിഷ്കളങ്കനാണെങ്കിൽ പിന്നെ എന്തിനായിരുന്നു പാർട്ടി തലത്തിലുള്ള നടപടി എന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ ചോദിക്കും. സ്വാഭാവികമായിട്ടും ആ സംശയം നമ്മളോട് ചോദിച്ചതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കിയത് എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടല്ലോ, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മുറ പോലെ നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാകുകയാണ്. പക്ഷേ ഇതിനകത്ത് എടുത്തു കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡും ചെയ്തു. അപ്പോൾ അവിടെ കൊണ്ട് തീർന്ന് ഞങ്ങൾ ഈ ചാപ്റ്ററൊക്കെ പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് KPC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് ഇതിനകത്ത് തെളിവില്ല, കേസെടുത്തിട്ടില്ല, കേസ് ആരും നേരിട്ട് പരാതി കൊടുത്തിട്ടില്ല, അപ്പോൾ എങ്ങനെ കേസെടുക്കാൻ കഴിയും എന്നുള്ള വാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെ ലഘൂകരിക്കാനുള്ള ശ്രമം കൂടി ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ എടുത്തു കാണണം. അനീഷ.